താങ്ക് യു എല്ലാവരും വന്നതിന് വലിയ സന്തോഷം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. താങ്ക് യു. സഞ്ജു, ODI ടീമിന്റെ കാര്യത്തിൽ എന്താണ്, എന്തെങ്കിലും നിലപാടായോ, നമുക്ക് പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോ അടുത്തത് നമുക്ക് IPL ആണ് വരുന്നത്. അപ്പൊ IPL ഒരു പുതിയ ടീമിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ IPL നന്നായിട്ട് കളിക്കണം, അവർക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പൊ അവിടെയാണ് മനസ്സുള്ളത്. വലിയ ഒരു ഉറപ്പായിട്ടും കുറച്ച് വിഷമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോയത്. അപ്പോ വിചാരിച്ച പോലെ ആ ഒരു സപ്പോർട്ടും ഇത്രയും എനർജിയും ഇത്രയും പ്രാർത്ഥന നൽകുന്ന ഒരു ആൾക്കാരുടെ ഫ്രണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് പോയത്. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു സംഭവമാണ് മോളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കിട്ടിയതിൽ വലിയ സന്തോഷം. തിരിച്ചു വന്നപ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാവരും ഒരു സന്തോഷം കാണുന്നുണ്ട്. അപ്പോ അത് സിനിമയിലൊക്കെ പറയില്ല, ഇത് നമ്മുടെ വിജയം എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോ അതെ, അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സഞ്ജു ഒരു വലിയ ഐക്കോണിക് ഫിഗർ ഉള്ള ഒരു ടീമിലേക്കാണ് പോകുന്നത്, ധോണി, MS ധോണി. സഞ്ജു ഇപ്പം ഒരു വലിയ പോപ്പുലാരിറ്റിയിൽ വലിയ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഇതിനെ നോക്കിക്കാണുന്നത്, ധോണി ആയിട്ടുള്ള ഒരു ടീമിംഗ്? അതെ, ഉറപ്പായിട്ടും മൈബായിട്ട് നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് 2 മാസം ഒന്നിച്ച് ഒരു ടീമിൽ കളിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോ ഈ ഫോൺ വിളിക്കുമ്പോഴും ഇടയ്ക്ക് കാണുമ്പോഴും കുറെ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഒരു 2 മാസം ഒരു ടീമിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ആരെയും ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നേരിട്ട് കാണുകയും നേരിട്ട് കുറെ പുള്ളി എങ്ങനെയാണ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്തതും പുള്ളി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം നേരിട്ട് കണ്ട് പഠിക്കാനും അങ്ങനത്തെ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മളായിട്ടൊക്കെ പോയാൽ മതിയല്ലോ, കലയുമായിട്ട് ആവശ്യമില്ല. നമ്മളായിട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഏത് രീതിയിലാണ് കളിയെ കാണുന്നത്, എങ്ങനെയാണോ പുറത്ത് ഗ്രൗണ്ടിൽ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ഉള്ളത്, ആ സെയിം രീതിയിലായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി ഫാൻസിന്റെയും നാട്ടുകാരുടെയും ഒരു സന്തോഷമില്ല, അവർക്ക് എങ്ങനെ വേണം വിളിക്കാൻ. Honestly, I think that's the true nature. I never wanted to be selfless. I think I've always wanted to be myself. So myself brings a lot of different qualities, lot of strengths, lot of weaknesses. So I look at the situation in the way I want to look at it. Lot of different people look at it in a different way, in which it is helpful for them. So I look at it from completely how Sanju Samson would like to look at it. From the time of under 13 days playing for Kerala till this moment, I like to look at cricket as a team sport. So I think we play to win. I think so for that victory, whatever you do, that should be helping the team's cause. And while doing that, your private performances also comes up. So that's how I like to see it. And looking at what things have happened in my life lately, definitely I carry a lot of dreams with myself. So a lot of youngsters, lot of people, not even in cricket, lot of in different careers, they look at me like their own careers, like their own life. So when they see me failing in the Indian team, they feel me, okay, I think it's not possible for a guy from this place to go and achieve that. So that also kept on playing in my mind. So I felt that I need to prove something. A guy from Kerala, a guy from Trivandrum can also go out there and perform like this in the biggest stage cricket has ever seen. So that's a responsibility which I was carrying. If I am actually going to the best platform and I'm feeling, so people will feel, yeah, namakku atharayekku ullu nu thonu. So what I did recently, it gave me a great motivation, saying that if you do it, 10 more boys will come up from Kerala dreaming that okay, we can also do that one day. So by God's grace, it has happened, and I'm feeling that a lot of people are inspired in our state and also in the country to do the same. IPL first match Rajasthan അത് നടക്കാത്ത സിറ്റുവേഷൻ ആണ്. ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് ആരാണ് അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഗ്രൗണ്ടിന്റെ അകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറെ പ്ലേയേഴ്സ് അവിടെ
നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സ് ഒക്കെ അപ്പുറത്തുണ്ട്, കുറെ മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫും എല്ലാം അവിടെ കാണും. അപ്പൊ അതൊക്കെ ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എന്റെ സമയം മാറാറുണ്ടായിട്ട് അത് കഴിഞ്ഞ വിശ്വസിച്ചാണ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോയത്. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്, പുതിയൊരു ജേണിയാണ്. അഗേൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം. Sanju, what was the best encouragement you got post after the T20 World Cup final? The best moment or the best encouragement you got from any senior players or from your parents or anyone? A lot of them. I think a lot of messages and calls did come. I think a message from Sachin sir. I think I received a message from Sachin sir saying that like it was a very emotional message for me. So that would be one of the greatest moments. There was no message that I think me and Vatabhai share a very long relationship. I think I met him when I was in KKR. He was the captain of the team, and he also lives in Delhi. I also played in the same academy where he was there. And right from not even when he became Indian coach, he was playing for Indian team. I used to be in touch with him. I used to talk to him, and I used to discuss what else I need to do. So it's a very long relationship, and from there to what has happened now, I think words could not describe. Actually, it was a very tight hug, like which lasted for 30 seconds, and like that was it. And the feeling was very pure and very great. Actually, that's what we communicated. தமிழ்ல என்ன பேசணும்னா, தமிழ் நம்ம சிஎஸ்கே ஃபேன்ஸ் கிட்ட சொல்றது ரொம்ப சந்தோஷமா இருக்கு. நம்ம சென்னையில ஆஃப்டர் கெட்டிங் ட்ரேட் நான் ஃபர்ஸ்ட் டைம் சென்னையில போட்டு வேர்ல்ட் கப் மேட்ச் ஆடுறேன் ஜிம்பாப்வேயோட. அப்போ அங்கே போகும்போதே சென்னை ஊரெல்லாம் எங்கே பார்த்தாலும் ஹோட்டலுக்குள்ள ஹவுஸ் கீப்பிங்காக இருந்தாலும், ரூம் சர்வீஸ் ஆயிருந்தாலும், கிரவுண்ட் கியூரேட்டர்ஸாக இருந்தாலும், அங்கே லோக்கலாக இருந்த எல்லாரும் ரொம்ப ஆல்ரெடி ரொம்ப ஹாப்பினஸ் ஷேர் பண்ணுறாங்க, ஆல்ரெடி ரொம்ப சப்போர்ட்டும் லவ்வும் ஷேர் பண்ணுறாங்க. அப்போது ரொம்ப கிரேட்ஃபுல்லாக ஃபீல் பண்ணுறேன். அப்போது அங்கே போயிட்டு என்ஜாய் பண்ணலாம். What is your message to all those youngsters that everybody should learn multiple languages? Yeah, I didn't actually learn it consciously. Actually, I grew up in Delhi for my first 7-8 years, so Hindi came very automatically. And then where I come from, Medium, so that's the border of Tamil Nadu. So people speak Tamil there. We watch a lot of Tamil movies, so Tamil came on very automatically. So yes, definitely knowing Hindi and Tamil definitely helped me to connect a bit more with my Indian teammates. So I definitely connect equally with Abhishek Sharma and Arshdeep Singh, and also equally with Varun Chakravarti and Washington Sundar. So it's a blessing which automatically came, and I really enjoyed it. സഞ്ജു, മലയാളം ചേട്ട എന്ന വാക്കായാലും സഞ്ജുവിനെ അപ്രീഷിയേറ്റ് പല ഫാമിലീസിന്റെ വീട് പോലും പല മലയാളം വാക്കുകളും ഒക്കെയാണ്. ഈ മലയാളത്തിലെ കൂടെ സഞ്ജു ശരിക്കും ഒരു ലെവലിലേക്ക് എത്തിക്കണം. നമ്മൾ ഓൾറെഡി വേറെ ലെവലാണ്. പക്ഷേ മലയാള വാക്കുകളും മലയാള വാക്കുകളും ഒക്കെ അതെ ഞാൻ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഓൾറെഡി മലയാളികൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബഹുമാനവും എക്സ്ട്രാ ഒരു റെസ്പെക്റ്റും ഉണ്ട്. അത് നമ്മൾ ആൾക്കാർക്ക് പെരുമാറുന്ന രീതിയാണ്, നമ്മൾ ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതിയാണ്, നമ്മളെ ക്യാരി ചെയ്യുന്ന രീതിയായിരിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ അവർ നാട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഒരു നല്ല പേര് വരുത്തണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ടാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ ചേട്ടാന്നുള്ളൊരു പേര് എല്ലാവരും ഏറ്റെടുത്തെങ്കിൽ വലിയ സന്തോഷം. അപ്പോൾ വലിയ ചേട്ടന്മാരും എന്നെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ശരി, വലിയ കുഴപ്പമൊന്നുമില്ല, വിളിച്ചോട്ടല്ലേ. ഇങ്ങനെ ഓ അതോ ജസ്റ്റ് റെഡിയാക്കിട്ടോ. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ റുട്ടീനാണല്ലോ. നമ്മൾ പല വിശ്വാസങ്ങളിലൂടെയാണ് ഓരോരോ ബോർഡും ഫേസ് ചെയ്യുന്നത്. കുറച്ച് അങ്ങനെ എടുക്കാം, ഇങ്ങനെയുള്ള എടുക്കാം. റിക്കി പോണ്ടിങ്ങിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്ന് സഞ്ജുവിനെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിപ്പിച്ച ആ ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണെന്നോ അതൊക്കെ? ഉറപ്പായിട്ടും ഇത്രയും വലിയ ഒരാൾ അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വലിയ സന്തോഷം തോന്നും. റിക്കി പോണ്ടിങ് എന്ന് വെച്ചാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇത്രയും നല്ലൊരു വാർത്തകളുണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. ട്രിവാൻഡ്രത്ത് കളിച്ചപ്പോഴത്തേക്ക് പ്ലേയിങ് ലെവലിലുണ്ട് ക്യാപ്റ്റൻ പറഞ്ഞ സമയത്ത് ഭയങ്കര റോറായിരുന്നു ഗ്രൗണ്ടിൽ.
ആ സെയിം സംഭവമാണ് ചെന്നൈയിലും സിംബാബ്വേക്കെതിരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഫീൽ ചെയ്തത് പേഴ്സണലി? അത് കുറച്ച് ഓവറായിട്ട് തോന്നി. ഇങ്ങനെ ഇതൊക്കെ അവിടെ ഇവിടെ എല്ലായിടത്തും കൊണ്ടുവരണ്ട ഇങ്ങനെ. അപ്പൊ ആ ഒരു ഫീലാണ്. അപ്പൊ ചെന്നൈയിലും ആ ലെവലിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഭയങ്കര രീതിയിലുള്ള ഒരു സപ്പോർട്ടും വേളമുള്ള എഴുത്തിലുണ്ടായത്. അപ്പൊ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയ ഭാഗ്യമല്ല. നമുക്ക് ഉറപ്പായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും, കളി ജയിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും സപ്പോർട്ടും ഇത്രയും ആൾക്കാരും കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വലിയ സന്തോഷമാണ്. ട്രാൻസിഷൻ കുറെ വലിച്ചടിച്ച് നോക്കി ഒന്നും ആദ്യം അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫെയിലിയർ വന്നല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസിലൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ടീമിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടായിരുന്നു, കുറെ സങ്കടം ഉണ്ടായിരുന്നു, കുറെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 7 ദിവസം കിട്ടിയായിരുന്നു ടീമിന്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്തു. നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും, മെന്റലി വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു എന്താണ് ഞാൻ ന്യൂസിലാൻഡ് സീരീസ് മോശമായിട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ ഇനി എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റീബിൽഡിംഗ് ഫേസ് എനിക്കൊരു 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് സക്സസിനെ കാട്ടി കൂടുതൽ കിട്ടിയിട്ടുള്ള ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു പാഠം ദിവസമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെയിലിയറിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ സക്സസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി കൂടുതൽ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല. ബോൾ നോക്കി ടൈം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടാലന്റ് എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും കുറച്ചുകൂടെ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് എന്തൊക്കെയാണ് ഷോർട്സ് ഉള്ളത്, എനിക്ക് എന്തൊക്കെയാണ് ഷോർട്സ് ഇല്ലെന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് 97 ആണെന്ന് തോന്നുന്നു. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള ഒരു മാച്ചാണ് എനിക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് തോന്നിയത്. കാരണം നമുക്ക് സിംബാബ്വെ മാച്ച് മുതൽ 4 മാച്ച് നോക്കൗട്ട് ആണ്. അപ്പൊ ഇന്ത്യ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം ഡ്രസ്സിംഗ് റൂമിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും എപ്പോഴും പ്രഷർ കൂടുതലുള്ള ഒരു സമയമാണ്. ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സൈഡിൽ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോൾ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു പ്രഷർ വീണ്ടും ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് ലാസ്റ്റ് ഒരു വിന്നിംഗ് ഷോട്ട് വരെ കിട്ടി. അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള ഇന്നിങ്സ് ആയിരുന്നു. ഞാൻ എന്തായാലും കളിക്കുന്നില്ലായിരുന്നു. ഞാൻ ഒരു മാച്ചേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അഭിഷേകിന് വയ്യാത്തപ്പോഴാണ് കളിച്ചത്. അപ്പോൾ ടീമിന്റെയും ലീഡേഴ്സിന്റെയും ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു മാക്സിമം പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും നമ്മൾ പുറത്തിരിക്കുന്ന ആൾക്കാർ എല്ലാ മാച്ചും റെഡി ആയിരിക്കണമായിരുന്നു, പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഭയങ്കര പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷെ ഒട്ടും ഇല്ലെന്നും അങ്ങനത്തെ ഒരു ബാലൻസ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഫോൺ ഓഫായി. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് എന്റെ സോഷ്യൽ മീഡിയ ഓഫ് ചെയ്ത് എന്നെ ആർക്കും റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സോണിൽ ഞാൻ എത്തി. അപ്പോ ഞാൻ ആകെ എന്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നന്ദി പറയാനുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് അപ്പൊ പെട്ടെന്ന് തോന്നി നമുക്ക് കുറെ സംഭവങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ എനിക്കൊരു 31 വയസ്സായി, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷനിൽ പുറത്ത് എങ്ങനെ വരണമെന്ന് ഏറ്റവും ബെസ്റ്റ് ആൻസർ തരാൻ പറ്റിയ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് ഇനി ബെറ്റർ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോ ഐ ട്രസ്റ്റഡ് മൈ ഓൺ സെൽഫ് എന്ന് പറയാം. അപ്പൊ അതായിരിക്കും ഏറ്റവും വലിയൊരു വിശ്വാസം എനിക്ക് നൽകിയത്. ഉറപ്പായിട്ടും നമ്മള് എല്ലാവർക്കും ഉള്ള സംഭവമാണ് കേട്ടോ. നമ്മള് ഞാനാണെന്ന് പറഞ്ഞാലും പകുതിനെ കാട്ടി കൂടുതൽ ദൈവമാണ്. അപ്പോ അതൊക്കെയാണ് ഈ മാച്ചസിൽ എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ ചില സമയത്തൊക്കെ തോന്നി ഞാനല്ല ബാറ്റ് ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും വലിയ സന്തോഷം. നമ്മള് പെട്ടെന്നല്ല ഈ ചേഞ്ച് ഉണ്ടായത്. ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ കുറെ വർഷങ്ങളായിട്ട് എന്റെ 10ാം വയസ്സിൽ ഞാൻ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. കുറെ ഇന്റർനാഷണൽ കളിച്ചു, രഞ്ജി ട്രോഫി കളിച്ചു. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമായിട്ടാണ് മോളിൽ എനിക്ക് ഒരു ബ്ലെസ്സിങ് തന്നെന്നാണ് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോ ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. സഞ്ജു, ബാക്ക് ഫുട്ടിലേക്ക് പോകുന്നില്ല, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്ന് ഈ വേൾഡ് കപ്പിൽ? കാരണം ന്യൂസിലാൻഡ് പര്യടനത്തിലേക്ക് സഞ്ജു കൂടുതലായിട്ട് ബാക്ക് ഫുട്ടിലേക്ക് പോകുന്നത് എന്തെങ്കിലും പ്രഷറിന്റെ ഭാഗമായിട്ടായിരുന്നു? എന്താണ് അത്രയും ബാക്ക് ഫുട്ട്? കാരണം നമ്മുടെയൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു എങ്ങാനും ഹിറ്റ് വിക്കറ്റ് ആവുന്നൊരു ചങ്കെടുപ്പായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്.
അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വേൾഡ് കപ്പിൽ നടത്തിയിട്ടുണ്ടായിരുന്നു? ആ ചെറിയൊരു സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയായിരുന്നു വേൾഡ് കപ്പിന് വേണ്ടി മാത്രം. അപ്പോൾ മെന്റലിയും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഫിസിക്കലി കുറച്ച് ചെറിയ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തന്നെ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു, വൺ ഡേ ടീമിലേക്ക് ഒരു തിരിച്ചറിവ് പ്രതീക്ഷിക്കാവോ ഈ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശം ടീമിനായിട്ട് ഭാഗത്തുണ്ടായിട്ടുണ്ടായിരുന്നു? അവള് പറഞ്ഞ കൂടുതൽ ആലോചിക്കുന്നില്ല കേട്ടോ, വലിയ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് സന്തോഷിക്കുക, അത് മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം നമ്മള് കുറച്ച് ആലോചിക്കുന്നുണ്ട്, കുറച്ച് നമ്മള് ക്രിക്കറ്റ് ആയാലും ഏതൊക്കെ കരിയറാണെങ്കിൽ നമുക്ക് ഒന്ന് കിട്ടാൻ നമ്മൾ ഭയങ്കര പാടുപെടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തിലോട്ട് ചാടാനാണ് മനസ്സ് നോർമലായിട്ട് അങ്ങനെയാണ് ആലോചിക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് സമാധാനമായിട്ട് നിന്ന് ക്രിക്കറ്റ് ഒന്ന് എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കാൻ താല്പര്യം. Sanju, after the match, everybody was celebrating Hardik Pandya doing his stuff. You were sitting behind, and Harsha Bhogale came to you, and everybody is interested to know what was the conversation that was happening. Yeah, I think we also share a decent bond off the field. I think he has been a part of the system for a very long time. I remember him doing commentary when I was playing my first game. So he just came and sat down and told me that honesty and hard work will definitely reward you back. I think that was the message which he told me while he sat down. So that was a very touching moment. I think I also celebrated. It's not that I didn't celebrate, but I was a bit too tired to keep on celebrating. So I thought, okay, let me sit down and enjoy the moment.